الرحيم الحمد لله رب العالمين الصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന ചില അവസരങ്ങൾ നമ്മൾ നേരത്തെ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാനുള്ള അവസരം. അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധമായ റമദാൻ. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ നഫ്സിനെ വിചാരണ ചെയ്യണം. നമ്മളുടെ അമലുകളുടെ കാര്യത്തിൽ മുബഹിദായി അള്ളാഹു പക്ക മുബഹിദീങ്ങളാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മനസ്സിലായി അതിനെ ഇത്തിബാഅ് ചെയ്യുന്നു. പക്ഷെ അത് രണ്ടും ഉള്ളത് കൊണ്ട് വെറുതെ കിതാബ് നിറയൂല. കിതാബ് നിറയണമെങ്കിൽ സഅയ് വേണം. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ, ആ സഅയ് നിർബന്ധാണ്. കഷ്ടപ്പെട്ട് അമൽ ചെയ്യണം. ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹു തആല സബറിനെ 3 വിഭാഗമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സബറിന് സാധാരണ നമ്മൾ ക്ഷമ എന്നല്ല അർത്ഥം പറയാ. ക്ഷമയുടെ സബറിന്റെ കൂലി എന്താ? എന്തായിരിക്കും? ഇന്നമാ യുവഫ സ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ല. സബറിന്റെ പ്രതിഫലത്തിന് കണക്കില്ല. പറയപ്പെട്ടതിൽ ഏറ്റവും വലിയ ഒരു കൂലി എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാന്റെ മഅയ്യത്താണ്. അതിനപ്പുറത്ത് വേറെ എന്താ കിട്ടണ്ടേ? സബർ ചെയ്യുന്നതിന്റെ കൂടെ അള്ളാഹു ഉണ്ടാവും എന്നാ പറഞ്ഞു. പക്ഷെ എന്താണ് ആ സബർ? ആ സബർ 3 എണ്ണാണ്. അതിലൊന്ന് അള്ളാഹുവിനെ താഅത്ത് ചെയ്യാൻ കാണിക്കുന്ന സബറ. സാഹചര്യം അനുകൂലമായിരിക്കൂല, വേറെന്തെല്ലോ തിരക്കുകൾ ഉണ്ടാവും, വേറെ പല പ്ലാനുകൾ ഉണ്ടാവും. അതിനെല്ലാം മാറ്റിവെച്ച് ഇബാദത്തിന് വേണ്ടി വരാൻ കാണിക്കുന്ന സബർ, അതാണ് ഏറ്റവും വലിയ സബർ. രണ്ടാമത്തെ സബർ അള്ളാഹു നിരോധിച്ച ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നഫ്സിനെ ശീലിപ്പിക്കുന്ന സബർ. മട്ടൻ ബിരിയാണി മുമ്പിൽ വെച്ചിട്ടുണ്ട്, നല്ല പുക പാറുന്നുണ്ട് ബിരിയാണി, വിശന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു ഇപ്പൊ തിന്നാൻ പാടില്ല. അത് തിന്നാതിരിക്കാൻ കാണിക്കുന്ന ഒരു സബറില്ലേ, എന്നാണ് രണ്ടാമത്തെ സബർ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. മൂന്നാമത്തേതാണ് എന്ത്? മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെ സബർ ചെയ്യുക. നമ്മൾ നേരെ കുത്തനെ ആ സബറിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ സാബിർ ആരാണ്? ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് മുണ്ടാണ്ടിരിക്കുന്നുണ്ട്. അത് മൂന്നാമത്തേതാണ്. ആദ്യത്തേത് അമല് ചെയ്യാൻ കാണിക്കുന്ന സബറാണ്. അതിന് വലിയ സബർ ആവശ്യമാണ്. അതിന്റെ കൂലിയാണ് മഅസ്സാബിരീൻ, അള്ളാന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ കൂടെ ഉണ്ട് എന്നർത്ഥം. എന്തുകൊണ്ട്? അവൻ അള്ളാഹിനെ പരിഗണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, പിന്നെയോ ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. നീ അള്ളാഹിനെ സൂക്ഷിക്കും, അള്ളാഹിനെ പരിഗണിക്കും. അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അമ്രുകളെ പരിഗണിച്ച് ചെയ്യുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ അവനെ പരിഗണിച്ച് ഒഴിവാക്കുക. തജിദുഹു തുജാഹക്, ഓനെ നിന്റെ മുമ്പിൽ നിനക്ക് കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ നിന്റെ ആവശ്യങ്ങൾ നീ അറിയാണ്ട് നടക്കും. നിന്റെ പ്രയാസങ്ങൾ നീ വിചാരിക്കാത്ത നിലയിൽ ഒഴിവായി പോവും. നിന്റെ ജീവിതത്തിന്റെ ഇടുക്കം നിങ്ങൾ വിചാരിക്കാത്ത തരത്തിൽ വിശാലമായി കിട്ടും. അള്ളാഹിനെ കൂടെയാക്കിയാൽ, അള്ളാഹിനെ കൂടെയാക്കണം. മൻ കാന ലില്ലാഹ് കാന അല്ലാഹു ലഹു. ആരല്ലാന്റെ ആളായോ അള്ളാഹു ഓന്റെ ആളായി. അള്ളാഹു ആരുടേതായോ പിന്നെ ഓന് ഒരാളെ ആവശ്യമില്ല, പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല. സഹാബത്തിനെ പോലെ എന്തെങ്കിലും ആവശ്യം വന്നു, മഖ്ലൂഖിലേക്ക് അവരുടെ മനസ്സ് പോകുന്നേയില്ല. അവരാരുടെ ആളാണോ
അമലിലേക്ക് തന്നെ മനസ്സ് പോകുന്നുള്ളൂ. അമൽ ആവശ്യമാണ്. കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്ത് കിതാബുകൾ നിറക്കണം. കാരണം അള്ളാഹു പറഞ്ഞ ആ വാക്ക് വളരെ ഗൗരവപ്പെട്ടൊരു വാക്കാണ്. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ഇതാ നിന്റെ കിതാബ്, നീ ഒന്ന് വായിച്ചു നോക്ക്. എന്ന് വെച്ചാൽ നമ്മൾ മറന്നിട്ടുണ്ടാവും. നമ്മളൊരു 10-25 കൊല്ലം മുമ്പ് എഴുതി വെച്ച നോട്ട്ബുക്കിന്റെ മഷിയെല്ലാം പരന്ന് ആകെ കൊളായിട്ടുണ്ടാവും. എഴുതിയത് വായിക്കാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ടാവും. പക്ഷെ 80 കൊല്ലം ജീവിക്കുന്ന മനുഷ്യന്റെ 80 കൊല്ലമായി എഴുതപ്പെട്ട് കിടക്കുന്ന രേഖ അങ്ങനെ ഉണ്ടാവും, ഇന്നെഴുതിയ പോലെ. അത് മായൂല്ല, മായ്ക്കാനോട്ട് സാധിക്കൂല, മഷി പുരണ്ടും പോവില്ല, രേഖയിൽ നിന്ന് നീങ്ങിപ്പോവില്ല. പക്ഷെ നമ്മൾ മറന്നിട്ടുണ്ടാവും. നമ്മൾ പണ്ടേ മറന്നിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ തന്നെ അങ്ങനെ ഉണ്ടായിന, അതുവരെ മറന്നിട്ടുണ്ടാവും നമ്മൾ. പക്ഷെ അല്ലാഹു ലാ യൻസ, അല്ലാഹു മറക്കൂല. ആ സാധനം കൈമത്തരിക. ഇഖ്റ കിതാബക്, വായിച്ചു നോക്ക്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. പ്രത്യേകിച്ച് വേറെ വിചാരണ ഒന്നും ആവശ്യമില്ല. ആ വായന തന്നെയാണ് നിന്റെ വിചാരണ. കാരണം എല്ലാം ഉണ്ട്. നിഷേധിച്ചാലോ? മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഞാനങ്ങനെ ചെയ്തിട്ടില്ലപ്പ എന്നേ പറയുള്ളൂ, എത്ര ചെയ്താലും. ബനു ഇസ്രായേലിനെ പോലെ നമ്മളൊന്നും ആ സംഭവം പറഞ്ഞില്ലേ? ബനു ഇസ്രായേല് ഒരാളെ കൊന്നു. അങ്ങനെ കൊലയാളി ആറി എന്ന് തിരിച്ചറിയാതെ പ്രശ്നം നടക്കുകയാണ് നാട്ടിൽ. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടു, ദുആ ചെയ്തു. അള്ളാഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു പശുവിനെ പിടിച്ച് അറക്കാൻ പറ, എന്നിട്ട് ആ പശുവിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ആ മയ്യത്തിനെ അടിച്ചാൽ മതി, മയ്യത്ത് എണീക്കും. സംഭവം വിശാലമാണ്. അങ്ങനെ അവരാ പശുവിനെ കണ്ടെത്തി. അവരോരോ വിശേഷണങ്ങൾ ചോദിച്ചു. പിന്നെ അള്ളാഹു കട്ടി ഇങ്ങോട്ട് കൂട്ടും. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹിനോട് അങ്ങോട്ട് കട്ടി കൂട്ടരുത്, തിരിച്ചിങ്ങോട്ട് അള്ളാഹു കട്ടി കൂട്ടിയാൽ നമ്മൾ പെട്ടുപോകും. ചെയ്യാൻ പറഞ്ഞങ്ങ് ചെയ്തോളണം. ഏതെങ്കിലും പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. ബനൂ ഇസ്രായീൽ എന്ത് ചെയ്തു? കുറച്ചൊരു ഇത് കാണിച്ചു. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ മൂസ? എങ്ങനത്തെ പശുവാന്ന് പറ. അപ്പൊ ആദ്യത്തെ ആയത്ത് വന്നു, ഇന്നഹാ ബഖറത്തുൻ. എന്താണ് ആയത്ത്? ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക്. തൊണ്ടിയായും പാടില്ല, കന്യകയാവാൻ പാടില്ല, അതിന്റെ ഇടയിലുള്ള പ്രായം. അതിന് എഴുതാ കിട്ടുക? പരതാൻ തുടങ്ങി. കുറെ പരതി കിട്ടുന്നില്ല. അപ്പൊ പിന്നെയും ചോദിച്ചു, മൂസ കിട്ടുന്നില്ല, നീ ഒന്നുകൂടി ചോദിച്ചേക്ക അള്ളാഹിനോട്, അതിന് എങ്ങനത്തെ നിറം വേണം? അള്ളാഹ് കുറച്ച് കടുപ്പം കൂട്ടി. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫ്റാ. മഞ്ഞ നിറം. വെറും മഞ്ഞല്ല, ഇത് മറ്റേ മഞ്ഞല്ല. ആരെ? മറ്റേ ബാബന്റെ, എന്താ എന്റെ പേര്, ശ്രീനാരായണ ഗുരുവിന്റെ മഞ്ഞല്ല. ഫാഖിഉൽ ലൗനുഹാ. അതിങ്ങനെ തിളങ്ങണം. വെറും തിളക്കമല്ല, തസുറുൻ നാദിരീൻ. നോക്കുന്നവന്റെ കണ്ണിങ്ങനെ അടിച്ചു പോണം. അങ്ങനത്തെ കളറ്, ഗോൾഡൻ കളറ്. എവിടുന്ന കിട്ടുക? പരതി കറങ്ങി വന്നിട്ട് പറഞ്ഞു, മൂസ ഒന്നുകൂടി ചോദിച്ചു നോക്കേ, കുറച്ചും കൂടി ഒരു നമുക്ക് തിരിയുന്നില്ല, എന്താ വേണ്ടത്? ഇന്നൽ ബഖറ തശാബഹ അലൈന. നീ ഒന്നുകൂടി ചോദിച്ചേക്ക, അപ്പൊ ചിലപ്പോ നമുക്ക് കിട്ടുമായിരിക്കും. അള്ളാഹ് കുറച്ചും കൂടി കടുപ്പം കൂട്ടി. അള്ളാഹു പറഞ്ഞു, ലാ ദലൂലുൻ തുസീറുൽ അർദ വലാ തസ്കിൽ ഹർസ മുസല്ലമത്തുൻ ലാ ശിയത ഫീഹ. ന്യൂനതകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന്റെ ഞാൻ പറഞ്ഞ നിറത്തിൽ ഒരണുവിന്റെ അത്ര പോലും നിറം കുറയാൻ പാടില്ല. വേറെന്തെങ്കിലും കളർ ഉണ്ടാവാൻ പാടില്ല. കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച ജോലി ചെയ്ത സാധനം ആവാൻ പാടില്ല. ഫ്രഷ് ആയിരിക്കണം. ഓടിച്ചു കളഞ്ഞ റബ്ബ്. അത് ഈ ആയത്തിന്റെ തഫ്സീറിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, അവർ അങ്ങോട്ട് കട്ടികൂട്ടിയപ്പോ അള്ളാഹ് തിരിച്ചിങ്ങോട്ടും കട്ടിയാക്കി. അതിന് നിൽക്കാൻ പാടില്ല. അള്ളാന്റെ കൽപ്പന കിട്ടിയാൽ അതങ്ങ് ചെയ്തോളണം, ഈസിക്ക്. അധികം ചോദിക്കാൻ പാടില്ല. ഇതുപോലെ ഹജ്ജിന്റെ വിഷയത്തിൽ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ? എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ? 3 വട്ടം ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. 4-മത്തെ പ്രാവശ്യം പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബ്. ഞാൻ എങ്ങാനും അതെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിർബന്ധമായി പോകും. പിന്നെ എല്ലാ കൊല്ലവും പോണ്ടി വന്നേനെ. അധികം ചോദിക്കാൻ പാടില്ല. ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസറതു മസായിലി അല്ലെങ്കിൽ സുആലിഹിം. നിങ്ങൾക്ക് മുൻപ് വന്നുള്ള ആളുകളെ നശിപ്പിച്ചത് അവരുടെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ്. വമുഖാലഫതുഹും ലിഅംബിയാഇഹിം. അവരുടെ നബിമാരോടുള്ള അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിക്കൂടാ ഉമ്മത്തിന്. പറഞ്ഞാൽ അതങ്ങ് ചെയ്തോളണം. അങ്ങനെ ആ പശുവിനെ പിടിച്ചു. പക്ഷെ ആ പശുവിനെ എവിടെ നിന്നാ കിട്ടിയെന്നറിയോ? മാതാപിതാക്കളോടുള്ള
നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ. ഉലമാക്കൾ പറഞ്ഞു, അവൻ മാതാപിതാക്കളോട് ചെയ്ത നന്മയുടെ പ്രതിഫലമായി ദുനിയാവിൽ അല്ലാഹു കൊടുത്തതാണ് അത്. എന്താ എന്റെ കൂലി എന്നറിയോ? സാധനം കണ്ടെത്തി, ഓൻ പറഞ്ഞു ഞാൻ തരൂല, ഇതെന്റെ ഉപ്പയുടെ വറാദത്താണ്, ഞാൻ ആർക്കും കൊടുക്കൂല. അങ്ങനെ മൂസാ നബി ഇടപെട്ടു. മൂസാ നബി പറഞ്ഞു, 10 പ്രാവശ്യം ഈ പശുവിന്റെ തോല് നിറച്ചും സ്വർണം കൊണ്ട് മൂടിയിട്ട് നിങ്ങൾ ഓന് കൊടുക്കണം. 10 വട്ടം തോല് ഊരിയിട്ട് ആ തോലിന് സ്വർണം നിറച്ചിട്ട് ഓന് കൊടുക്കുകയാണെങ്കിൽ ഓൻ തരും. അവര് സമ്മതിച്ചു. ആ മോൻ അത്ര വലിയ സ്വത്ത് ആ പശുവിന് കൊണ്ട് കിട്ടി. അത് വെച്ചിട്ട് ഉലമാക്കൾ പറഞ്ഞെന്താ അറിയോ? മാതാപിതാക്കളോട് കാണിക്കുന്ന നന്മയുടെ കൂലി ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റി വെക്കൂല, ഇവിടെ തന്നെ ദുന്യവിയായി തന്നെ കിട്ടും. ദുനിയാവിന്റെ സൗകര്യമായി തന്നെ അതിന്റെ കൂലി കിട്ടും, ബാക്കി ആഖിറത്തിലും. അങ്ങനെ പശുവിനെ പിടിച്ചറുത്തു. അതിന്റെ വാലോ അല്ലെങ്കിൽ മുതുകിന്റെ ഇറച്ചിയോ അല്ലാഹു ആലം, അത് എടുത്തിട്ട് മയ്യത്തിനെ അടിച്ചു. മയ്യത്തിനെഴുന്നേറ്റു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മൻ ഖതലക്, ഈ കൂട്ടത്തിൽ ആരാ നിന്നെ കൊന്നത്? അയാള് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവനാണ് എന്നെ കൊന്നത്. എന്നിട്ട് പിന്നെ മരിച്ചു. ഖബറടക്കി. രണ്ടാമതും ഖബറടക്കിയതിന് ശേഷം ഈ കൊന്ന ആള് മരിച്ച ആളെ ജീവിപ്പിച്ചിട്ട് ആണ് എന്ത് പറയുന്നത്? ആ മയ്യത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാ പറയുന്നത് ഇവനാ കൊന്നത്. രണ്ടാമത് മരിച്ച് ഖബറടക്കിയതിന് ശേഷം ഇവൻ പറഞ്ഞു, ഞാനല്ല, ഓൻ കളവ് പറഞ്ഞിരിക്കും. അതാണ് ബനൂ ഇസ്രായേൽ. ഞാൻ കൊന്നിട്ട, ഓൻ കളവ് പറഞ്ഞതായിരിക്കും. ബനൂ ഇസ്രായേലിന്റെ രീതി. അള്ളാഹു ആക്ഷേപിച്ച ടീമാണ് ആ ടീം. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാനുള്ള സബർ, കഴിവിന്റെ പരമാവധി ചെയ്ത് നിറക്കണം. അള്ളാഹ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം, ഒഴിവാക്കണം. കാരണം ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് നാളെ ആഖിറത്തിലാണ്. അള്ളാഹു പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. വഇന്ന അലൈക്കും ലഹാഫിദീൻ, നിങ്ങളെ സൂക്ഷിപ്പുകാരായി ചില ആളുകളെ നാം നിയോഗിച്ചിട്ടുണ്ട്. സൂക്ഷിപ്പുകാർ, അത് മലക്കുകളിൽപ്പെട്ട ആൾക്കാരും കൂടിയാണ്. എന്താ മലക്കിന്റെ പ്രത്യേകത? ലാ യനാമൂൻ വലാ യതകാസലൂൻ, അവർക്ക് ഉറക്കമില്ല, അവർക്ക് മടിയില്ല, അവർക്ക് വേറെന്തെങ്കിലും തോന്നൂല. ജോലി ചെയ്തുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാൻ തോന്നൂലേ? അവർക്കതൊന്നുമില്ല. ഉള്ളു പൊള്ളയാണ് മലക്കുകൾ, ശഹ്വത്തില്ല. അതായത് യന്ത്രം കണക്കെ അള്ളാഹുവിന് അള്ളാന്റെ കൽപ്പന അനുസരിക്കല് മാത്രം, വേറെ ഒരു ജോലിയും ആ മലക്കിനില്ല. അതും എന്താണോ ഏൽപ്പിച്ച ജോലി അത് മാത്രം, വേറെ ഒരു ജോലിക്ക് അവർ പോവില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരെന്താണോ കൽപ്പിക്കപ്പെട്ടത് അതവര് ചെയ്യും. ഇപ്പൊ ഈ ടീമിന്റെ ജോലി എന്താ? എഴുതല് മാത്രം. വഇന്ന അലൈക്കും ലഹാഫിദീൻ, മനുഷ്യനെ സൂക്ഷിപ്പുകാരായി, മനുഷ്യന്റെ ബാക്കിൽ നിന്ന് നിരീക്ഷിക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരായ സൂക്ഷിപ്പുകാർ. അവരെ ജോലിയായി മാത്രമാണ്, വേറെ ഒരു ജോലി അവർക്ക് ചെയ്യേണ്ടയില്ല, വേറൊന്നും അവരെ ഏൽപ്പിച്ചിട്ടില്ല. അവർ ഉറങ്ങൂല്ല, മറന്നുപോകില്ല, കാണാതിരിക്കൂല. അവരെ കാണിക്കേണ്ടതെങ്കിലും ചെയ്യാൻ പറ്റൂല. യഅലമൂന മാ തഫ്അലൂൻ, അല്ലാഹു പറയുന്നു, നിങ്ങൾ ചെയ്തതെല്ലാം അവര് അറിയും ചെയ്യും. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഏടുകളിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ കിതാബ് ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന നീളത്തിലായിരിക്കും ആ കിതാബ് ഉണ്ടാവുക. കാരണം എന്താ? എല്ലാ സെക്കൻഡും രേഖപ്പെട്ട് കിടപ്പുണ്ട്, ഒന്നും വിട്ട് കളയാതെ. എന്താണ് ഈ എഴുത്തുകാരുടെ മാന്യത? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവര് മാന്യന്മാരായ എഴുത്തുകാരാണ്. 2 കാര്യത്തിലാണ് മാന്യത. ഒന്ന്, ആരോടെങ്കിലും ഒരല്പം പിരിശം കൂടിയിട്ട് എന്താക്കൂല, ചെയ്യാത്ത എഴുതി വെക്കൂല നന്മകള്, അല്ലെങ്കിൽ ചെയ്ത തന്നെ കുറച്ച് കൂട്ടിയിട്ട് എഴുതൂല. എത്ര തോത്, എത്ര സമയം, എത്ര അളവ്, എത്ര ഊർജം, എത്ര തഖ്വ, എത്ര ഈമാൻ, എത്ര ഇഖ്ലാസ്, അത് കൃത്യമായിട്ട്, അതിനങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് പിരിശമില്ല, അതിനൊരു മാന്യത കാണിക്കും. എന്നാലോ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമില്ല. അതുകൊണ്ട് വെറുപ്പുണ്ടായത് കൊണ്ട് ചെയ്യാത്തത് എടുത്ത് എഴുതൂല്ല. മാന്യന്മാരാണ്. നിങ്ങൾ എന്ത് ചെയ്തുവോ അതുണ്ട്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ. എന്താണോ ഖൈർ ചെയ്തത്
അതേപോലെ എന്താണ് മോശം ചെയ്തത്, ഇതെല്ലാം കൃത്യമായും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കാണാൻ സാധിക്കും. കുല്ലുഷൈ, എല്ലാം എല്ലാ നഫ്സിനും കാണാം. ഇനി അഥവാ നിഷേധിച്ചാൽ, നേരത്തെ ബനൂ ഇസ്രായേൽ നിഷേധിച്ച പോലെ, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. നിഷേധിച്ചാൽ അള്ളാഹു അത് ലൈവായിട്ട് കാണിച്ചു തരും. നമ്മൾ ദുനിയാവിൽ എവിടെ വെച്ചാണ് എന്താണ് ചെയ്തത് എന്ന് മഹ്ശറിൽ ലൈവായി കാണിച്ചു തരും. ഇപ്പൊ നമുക്ക് ലൈവായി കാണിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായി, സഹാബത്തിന് മനസ്സിലാവില്ല. നമ്മൾ ഇന്ന് ലൈവിന്റെ കാലത്തെത്തി, അമേരിക്കയിൽ നടക്കുന്ന ഇവിടെ കാണുന്ന രീതിയിലെത്തി. പക്ഷെ അന്നും സഹാബാക്കളെ വിശ്വസിച്ചു. ഖുർആൻ പറഞ്ഞപ്പോ ലൈവായി കാണിച്ചു നിഷേധിക്കാൻ. എന്നിട്ടും ചില മനുഷ്യന്മാരെന്ത് ചെയ്യും? നിഷേധിക്കാൻ നോക്കും. അപ്പൊ അഫ്വാഹിഹിം, വായക്ക് സീല് വെക്കും. പിന്നെ എന്ത് സംസാരിക്കും? കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലുകൾ ചെയ്യണം. അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് വരാൻ പോകുന്ന റമദാൻ. റമദാൻ എന്ന് പറയുന്ന മാസം ദീനുൽ ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദി ശരീഅത്ത് വരുന്നതിന് മുമ്പേ അവിടെയുള്ള അറബികൾ ജാഹിലിയത്തിൽ തന്നെ എണ്ണിയ 12 മാസങ്ങളിൽ ഒരു മാസമാണ്. പക്ഷെ അന്ന് റമദാൻ എന്തില്ല? ഫളായിലില്ല. പക്ഷെ ജാഹിലിയത്തിലും ഖുറൈശികള് ചില മാസങ്ങൾക്ക് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. റജബ് പോലെ, മുഹറം പോലെ. മുഹറത്തിന്റെ നോമ്പൊക്കെ അവരെടുത്തവരാണ്. റജബ് മാസം പ്രത്യേകം അവര് ഉറൂസുകളും മറ്റും നടത്തുന്ന ടീമാണ്. ഷഅബാനും പ്രത്യേകത ജാഹിലിയത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ റമദാനിനെ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള മാസമായി അവര് കണ്ടില്ല. ദീനുൽ ഇസ്ലാം ശരീഅത്ത് നിയമം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് വരുന്നത് വരെ. പക്ഷെ അല്ലാഹുവിന്റെ റസൂലായി വന്നു. റമദാനുമായി കണക്ട് ചെയ്ത് അള്ളാഹു ചില കാര്യങ്ങളെ ബന്ധിപ്പിച്ചു. അപ്പൊ റമദാൻ എന്ത് വന്നു? ശ്രേഷ്ഠത വന്നു. അപ്പൊ റമദാൻ മാസത്തിന് ശ്രേഷ്ഠത കാണുന്ന നമ്മള് എങ്ങനെ മനസ്സിലാക്കണം എന്നറിയോ? റമദാനിന് മഹ്ദൻ, റമദാൻ മാസത്തിന് എന്തില്ല? പ്രത്യേകതയില്ല. റമദാൻ മാസത്തിൽ ചില കാര്യങ്ങള് അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നു. അക്കാര്യങ്ങൾക്കാണ് പ്രത്യേകത. അത് ഉള്ളതിനെ കൊണ്ട് റമദാൻ എന്തായത്? ശ്രേഷ്ഠമുള്ളതായത്. എങ്കിൽ ഏത് കാര്യമാണോ റമദാനിനെ ഇത്ര ശ്രേഷ്ഠമുള്ളതാക്കിയത്, അക്കാര്യമായിരിക്കണം റമദാനിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത്. മാസത്തെ മാത്രം പരിഗണിക്കുന്ന വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ മാസത്തെ മാത്രം പരിഗണിക്കുന്ന ആൾക്കാരുണ്ട്. RSP എന്താ ഫുൾ ഫോം? RSP കേട്ടില്ല? റമദാൻ സ്പെഷ്യൽ പാർട്ടി. റമദാൻ ആകുമ്പോൾ ഒരു കന്തൂറെല്ലാം കോഴിക്കോട് പോയിട്ട് വാങ്ങി, ഒരു തൊപ്പിയെല്ലാം വാങ്ങി വെച്ചു. എങ്ങനത്തെ തൊപ്പി? ഇവിടെ മറ്റേ മിനാരൊക്കെ ഉള്ള തൊപ്പിയാ, പാകിസ്ഥാനിൽ ചെല്ലുന്ന മിനാരമുള്ള തൊപ്പി, ചന്ദ്രക്കളി നക്ഷത്രമുള്ള തൊപ്പി, പച്ചക്കളറുള്ള തൊപ്പിയെല്ലാം വാങ്ങി. പിന്നെ ഒരു തസ്ബീഹ് മാല പുതിയത് ഓർഡറാക്കി. പെണ്ണുങ്ങളൊക്കെ പുതിയ നിസ്കാര കുപ്പായെല്ലാം വാങ്ങി, ഏകദേശം ഒരു മാസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മാസം കഴിയണം എൻ്റെ കന്തൂറ തിരുമ്പാൻ. കാരണം രാത്രി അടുത്തിടുക, രാവിലെ പിന്നെ പേന്റ് കുപ്പായത്തിലിട്ട് ഇറങ്ങും. റമദാൻ എല്ലാം കഴിഞ്ഞ് ശവ്വാലിന്റെ പറ കാണുന്നതിന് മുമ്പ്, ഇപ്പൊ റമദാൻ 27 കഴിയുമ്പോഴേക്കും മഅസ്സലാമ, കന്തൂറയും വേണ്ട, ഇനി ആ നീട്ടിയ താടിയും വേണ്ട, ഇനി മറ്റേ മിനാരത്തിന്റെ തൊപ്പിയും വേണ്ട, ഒന്നും വേണ്ട. ഇവരെന്തിനാ പരിഗണിച്ചത്? റമദാനിനെയാ പരിഗണിച്ച. ഇതിന് കാര്യമില്ല. റമദാൻ മാസത്തിന്റെ ആൾക്കാർ നമ്മൾ അങ്ങനെ ആയിക്കൂടാ. നമ്മൾ ആ മാസത്തിന് എന്താണോ പ്രത്യേകത, ആ പ്രത്യേകതകളുടെ ആളാവണം. അതാ വേണ്ട. സഹാബത്ത് അങ്ങനെയായത്. റമദാനിന് ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ റമദാനൊന്നുമല്ല, റമദാനിലൊന്നുമില്ല. പിന്നെ അപ്പൊ ഖുറൈശികൾ അന്ന് റമദാൻ എന്ന ഈ 12 മാസത്തിൽ ഒന്ന് റമദാനായിട്ട് എണ്ണുമ്പോ, റമദാൻ എന്ന് ആ മാസത്തിന് പേര് വരാൻ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ ഈ അറബി മാസങ്ങളുടെ പേരുകൾ നൽകപ്പെട്ടത് അതാത് മാസം വരുന്ന കാലവും അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ പരിഗണിച്ച് ആ മാസത്തെ അറബികൾ ആ രീതിയിൽ വിളിക്കുന്നത്. അപ്പൊ ഷഅബാൻ എന്ന പേര് ആ മാസത്തിന് കിട്ടാൻ കാരണം അവര് ആ മാസത്തില് കിണറുകള് തോടുകളൊക്കെ തേടി യാത്ര ചെയ്ത് വലിയ വലിയ പാത്രങ്ങളിൽ വെള്ളം നിറക്കാനായി പോയി വെള്ളം നിറച്ചു കൊണ്ടുവരുന്ന ഒരു മാസമാണ്. അതായത് ആ സമയത്ത് ആ കാലാവസ്ഥ എങ്ങനെയായിരിക്കും? വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഷഅബാൻ, അങ്ങനെ പോയി വരുന്ന മാസം, വെള്ളം നിറക്കുന്ന മാസം എന്ന അർത്ഥത്തിൽ ആ പേര് വെച്ചു.
എങ്കിൽ റമദാൻ എന്ന പേര് വെച്ചതിന്റെ കാര്യം എന്താണ്? ശഅബാനിൽ തന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും വെള്ളം കിട്ടാതിരിക്കുക? വറ്റിയിട്ടുണ്ടാവും, ചൂടായിരിക്കും, വെയിലായിരിക്കും. അടുത്ത മാസമായപ്പോഴേക്കും വെയിൽ നല്ല ശക്തമായി, ഇലകളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോകുന്ന മാസം എന്നർത്ഥത്തിലാണ് റമദാൻ എന്ന ഒരു പേര് ആ മാസത്തിന് വെച്ചത്. അപ്പൊ വലിയ ഒരു ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന പേര് ദുൽഹിജ്ജ. ആ പേരിൽ തന്നെ എന്തുണ്ട്? ഹജ്ജിനെ സൂചിപ്പിക്കുന്ന മാസം ഉണ്ട്. മുഹറം ആ പേര് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ റസൂലുള്ളാഹി തആല ഹദീസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, റമദാൻ എന്ന ആ പേരിന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തുകൊണ്ടില്ല? കാരണം അത് വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എല്ലാം ഉണങ്ങിപ്പോകുന്ന, ചൂട് ശക്തമാവുന്ന കാലം, മാസം എന്ന അർത്ഥത്തിൽ. അതാണ് ഒരു അർത്ഥം. പക്ഷെ ചില ഉലമാക്കൾ അതിലേക്ക് ചേർത്തിട്ട് സത്യവിശ്വാസികൾ റമദാൻ എന്ന മാസത്തിന് ചില പേരുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതിലൊന്ന് മുഅ്മിനീങ്ങള് സുമ്മിയ ഹാദ അശ്ശഹ്റു റമദാൻ, റമദാൻ എന്നീ പേരിന്, ഈ മാസത്തിന് പേര് വരാനുള്ള കാരണം ലിഅന്നൽ ഖുലൂബ തഅഖുദു ഫീഹി ഹറാറത്തൽ മൗഇദ, നല്ല ചൂടുള്ള ഉപദേശങ്ങൾ കൽബ് കൊണ്ട് സ്വീകരിക്കുന്ന മാസമാണിത്. നോമ്പ് കാലത്ത് റമദാൻ മാസത്തിൽ അല്ലാത്തപ്പം ഇല്ലാത്ത ഒരു ആവേശം ക്ലാസ്സുകൾക്ക് എപ്പോഴും ഉണ്ടാവും, റമദാനിലുണ്ടാവും. അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും, കേൾക്കുന്നത് കൽബിലേക്ക് കയറുകയും ചെയ്യും, നല്ല മാറ്റവും ഉണ്ടാവും. അപ്പൊ അങ്ങനെ കരിഞ്ഞു പോയ ഹൃദയങ്ങളിലേക്ക് ഉപദേശം എന്ന വെള്ളം വന്നിറങ്ങി ഒരു മാറ്റം ഉണ്ടാകുന്ന മാസം എന്ന അർത്ഥത്തിൽ ചില ഉലമാക്കൾ റമദാനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ വൽ ഫിക്റത ഫീ അംരിൽ ആഖിറ, ആഖിറത്തിന്റെ ചിന്ത കുറച്ചും കൂടി ചൂടോടെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന മാസമാണ് ഏത്? റമദാൻ. എത്ര വലിയ തെമ്മാടിയാണെങ്കിലും റമദാൻ മാസം ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു പായസം ഇവിടെ കൊണ്ടുവച്ചാൽ എന്ത് പറയും? എന്ത് മനുഷ്യർപ്പങ്ങള് നോമ്പായിട്ട് പായസം കൊണ്ടിരുന്നു ആരും പറയും. കാരണം അവന് പേടി ഉണ്ടാവും. ഇനി എല്ലാ വാതിൽ അടച്ചു പൂട്ടിയിട്ട് പായസം കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, മോനെ ആരും കാണുന്നില്ല, നീ അടിച്ചോ എന്ന് പറഞ്ഞാലോ? അപ്പോഴും ഓന്റെ കൽബില് നോമ്പല്ലേ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് റമദാനിൽ ഉണ്ടാവുക. ആ ചൂട് പിടിച്ചൊരു ചിന്ത അവനെ നയിക്കും നന്മയിലേക്ക്. അതുകൊണ്ടാണ് റമദാൻ എന്നീ മാസത്തിന് പേര് വന്നത് എന്നും ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു സുമ്മിയ ഹാദാ അശ്ശഹ്റു റമദാൻ, റമദാൻ എന്ന് ഈ മാസത്തിന് പേര് വരാൻ കാരണം ലിഅന്നഹു യർമദു ദുനൂബ, പാപങ്ങളെ ഈ മാസം കരിച്ചു കളയും. ഐ യുഹദ്ദിഖുഹ, പാപങ്ങളെ നീക്കും. എങ്ങനെ? ബിൽ അഅമാലിസ് സാലിഹ, ഹൃദയത്തെ കഴുകാനുള്ള മരുന്നാണ് അമലുസ് സാലിഹാത്ത്. നോമ്പ് റമദാൻ അല്ലാത്ത മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ അധികം, ഫർദ് നിസ്കരിക്കാൻ പോലും വരാത്തോൻ തറാവീഹിനുണ്ടാവും അല്ലേ? പടിഞ്ഞാറോട്ട് ഉന്തിട്ടാ പോകൂല, കിഴക്കോട്ടേ പോവുള്ളൂ. അങ്ങനത്തെ മനുഷ്യന്മാര് വരെ ഖിയാമുൽ ലൈൽ വന്ന് നിസ്കരിക്കുന്നുണ്ടാവും. അത് റമദാന്റെ ഒരു പ്രത്യേകതയാണ്. ആ അമലു സാലിഹാത്തുകളെ കൊണ്ട് ഹൃദയത്തിന്റെ കറകളെ അവൻ നീക്കിക്കളയും. അതുകൊണ്ടാണ് റമദാൻ എന്ന പേര് ഈ മാസത്തിന് വന്നത് എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അവൻ വിശപ്പിന്റെ ദാഹത്തിന്റെ കാഠിന്യവും അതിന്റെ ചൂടും അത് ക്ഷമിച്ചും കൊണ്ട് അവൻ ഒരുപാട് നന്മകൾ ചെയ്യാനും അള്ളാഹുമായിട്ട് അടുക്കാനും കാരണമാവും. അതും ഈ മാസത്തിന് റമദാൻ എന്ന പേര് വരാനുള്ള കാരണമാണ്. അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, ഇനി വലിയ കാര്യമൊന്നുമില്ല. റമദാൻ എന്ന റമദാൻ മാസത്തിന് എന്തുകൊണ്ട് പേര് വന്നു? ആഖിറത്തുള്ള ഹിസാബിൽ ആ ചോദ്യം ഉണ്ടാവില്ല. അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അതാണ് ഈ റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജറ എത്ര വർഷമാണ് നോമ്പ് നിർബന്ധമായത് റമദാനിൽ? ഹിജറ 2, ഹിജറ 10, 2. ഇഖ്തലഫൽ ഉലമാഉ ഫീ മടിക്കേരി. 9, ഹിജറ 9 കഴിഞ്ഞ ഹിജറ 2-ാം വർഷം. ഹിജറ 2-ാം വർഷം
എന്നുവെച്ചാൽ മദീനത്തേക്ക് പോയിട്ട് അടുത്ത വർഷം. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം നോമ്പെടുത്തിട്ടുണ്ടാവും? 7. വെറുതെ കണക്ക് പഠിപ്പിച്ച് ടീച്ചറെ കുറ്റം പറയിപ്പിക്കല്ലേ. 9. 9 11 എങ്ങനെ കിട്ടും? 2-ാം വർഷം നിർബന്ധമായി. 3, 4, 5, 6, 7, 8, 9, 10. 10-ാമത്തെ വർഷം എന്തായി? വഫാത്തായി. നോമ്പ് കിട്ടിയില്ല. 10-ാമത്തെ വർഷം എപ്പോഴാ വഫാത്താന്ന്? റബീഉൽ അവ്വലല്ലേ? റമദാൻ കിട്ടിയില്ല. 9 വർഷത്തെ നോമ്പ് പൂർണ്ണമായിട്ട് കിട്ടി. അപ്പൊ ഹിജ്റ 2-ാം വർഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റമദാനിൽ നോമ്പിനെ നിർബന്ധമാക്കുന്നു. ഈ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2-ാം വർഷം നിർബന്ധമാക്കുകയും 9 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നോമ്പെടുക്കുകയും ഇലാ യൗമുൽ ഖിയാമ 5 നാൾ വരെയുള്ള സത്യവിശ്വാസികൾക്ക് അത് നിർബന്ധമാക്കപ്പെടുകയും ചെയ്തു. റമദാനിൽ സൗം എന്ന് പറയുന്ന ഈ ഇബാദത്ത് നിർവഹിക്കാൻ 5 ഷർത്തുകളുണ്ട്. ആരാണ് നോമ്പെടുക്കേണ്ടത്? ഷർത്തുകൾ അറിയാലോ. അമലുകൾ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള കാര്യം. 1 അൽ ഇസ്ലാം. ആരായിരിക്കണം എന്ന് പറഞ്ഞാൽ താടി വേണം, തൊപ്പി വേണം. നോ, തൗഹീദ് വേണം. തൗഹീദിനാണ് എന്ത് പറയുന്നത്? മുസ്ലിം. കാരണം ഇസ്ലാമിന്റെ നിർവചനം എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. താരീഫുൽ ഇസ്ലാം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, പിന്നെ വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, പിന്നെ വൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി. അതാണ് ഇസ്ലാമിന്റെ നിർവചനം. തൗഹീദ് ഇല്ലാത്തൊരുത്തൻ ആരല്ല? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓ മുസ്ലിം അല്ല, എന്ത് ന്യായീകരിച്ചാലും ഓ മുസ്ലിം അല്ല. തൗഹീദ് ഇല്ലാത്ത എത്ര വലിയ നിസ്കാരക്കാരനായിക്കോട്ടെ, മാ ഹുവ ബിമുസ്ലിം, ഓ മുസ്ലിം അല്ല. തൗഹീദ് ഇല്ലാത്ത എത്ര നല്ല സ്വഭാവക്കാരനായിക്കോട്ടെ, തൗഹീദ് ഇല്ലാത്ത ഇസ്ലാമിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന ആളായിക്കോട്ടെ, മുസ്ലിം അല്ല. അതിന്റെ ഗൗരവം അറിയണം. അള്ളാഹു ഈ തൗഹീദ് മനസ്സിലാക്കി തന്നതിന്റെ വലുപ്പം, ആ ഭാഗ്യത്തിന്റെ വില അറിയണം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അവന്റെ മുമ്പിൽ അടിയറവ് പറയുക. ഏതൊക്കെ കാര്യത്തിൽ ഏകനാക്കണം? ഫിൽ റുബൂബിയ്യ, ഫിൽ ഉലൂഹിയ്യ, അസ്മാഇ വസിഫാത്ത്. നിങ്ങൾ എവിടെയാ? മെഡിക്കൽ കോളേജിലാ? ശരി. മലയാളിയാ? ഉറുദു അല്ലേ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. ഫിൽ റുബൂബിയ്യ, ഫിൽ ഉലൂഹിയ്യ, ഫിൽ അസ്മാഇ വസിഫാത്ത്. ഇത് മൂന്നിലും അള്ളാഹനെ ഏകനാക്കിയവനാരോ ഓൻ മുസ്ലിം. അള്ളാഹ്ക്ക് പങ്കാളി ഉണ്ടാക്കിയവൻ, സഹായിയെ ഉണ്ടാക്കിയവൻ, അള്ളാഹനെ പോലെ ആരെങ്കിലും ഉണ്ടാക്കിയവൻ മുശ്രിക്, കാഫിർ, മുർത്തദ്, ഇസ്ലാം എന്ന് പുറത്ത്. അതുകൊണ്ട് അവർക്ക് എന്തില്ല? നോമ്പില്ല. അവിടെ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മഹല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റമദാനെ പറ്റി പറയാനോ അവകാശമില്ല, അവർ നോമ്പെടുത്തിട്ട് കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലായിക്കോളെ, അവർക്ക് നോമ്പില്ല. അവരെ വിളിച്ച് നോമ്പുറപ്പിച്ചാലോ? എന്തിന് വെറുതെ വെറുതെ നോമ്പുറപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? നോമ്പ് കാരനാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പുറപ്പിക്കേണ്ടത്. അബൂജഹലിനെ റസൂൽ നോമ്പുറപ്പിക്കാൻ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അബൂജഹൽ, ഉത്ബ, ഷൈബ, വലീദെല്ലാം കൂടി നോമ്പുറപ്പിക്കാൻ വേണ്ടി വിളിച്ചു. അവരെല്ലാം കൂടി റസൂൽ തന്നെ വിളിക്കുന്ന പരിപാടി എങ്ങനെ ഉണ്ടാവും? അതുണ്ടായില്ല. സഹാബാക്കൾ ജൂതന്മാരെല്ലാം കൂടി വിളിച്ചു, വാ എല്ലാവരും നമുക്ക് നോമ്പുറപ്പിക്കാം. എന്റെ പുരക്കുണ്ട് ഈത്തപ്പഴം, എനിക്ക് മതി. പിറ്റേന്ന് വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നോ? നോമ്പെല്ലാം കഴിഞ്ഞിട്ട് റെഡി ചെയ്യാൻ വരാം. അതിന് പ്രശ്നമില്ല. നമ്മളിങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ്, എല്ലാവരും ഒപ്പിക്കല്. അവരെന്താ വിചാരിക്കുക? അവരെന്ത് വിചാരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിരുന്നുവെങ്കിൽ മക്കത്തും മദീനത്തും അവരെന്താ നമ്മളെ പറ്റി പറയാ? അല്ല അവർക്കൊരു ഇഷ്ടക്കേട് വരൂലേ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. തൗഹീദിൽ അതില്ല, ബാക്കി എല്ലാത്തിലും അതാവാം. ഫിഖ്ഹിയായ മസലകൾ, കൈ ഇവിടെ വെക്കുന്നവരുണ്ട്, ഖൈർ. ഇവിടെ വെച്ചിങ്ങനെ നിൽക്കുന്നവരുണ്ട്, വെച്ചോളി. ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നവരുണ്ട്, ആയിക്കോട്ടെ. നമുക്കതിലൊന്നും വാശിയില്ല. പക്ഷെ അഫ്ദൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്
അല സദർ ഐ ഇൻദ സദർ. ഇടല്ല കേട്ടോ, ചില കൂടിയ മുജാഹിദീങ്ങളുണ്ട്, ഭയങ്കര സ്ട്രോങ്. അല്ലാഹു അക്ബർ. ഇല്ല, ചങ്കുമ്മല്ല വെക്കണ്ട്, നെഞ്ചിന്റെ മുകളിലുമല്ല, നെഞ്ചിന്റെ അടുക്കൽ ഇൻദ സദർ, ഇവിടെ മാന്യമായിട്ട് വെക്കുക. ഇതുമില്ല. ഇതുണ്ട് മറ്റേ ഡേഞ്ചറിന്റെ ചിഹ്നം ലൈൻ കമ്പിക്ക് കാണില്ലേ, ട്രാൻസ്ഫോമറിന്, അതുമില്ല. പിന്നെ ഇതുണ്ട്, എവിടെ പിടിക്കല്, മനസ്സിലായില്ലേ? കൽബ്, അതായത് ഇഖ്ലാസും ഓന്റെ തഖ്വയും ഖുശൂവും പുറത്തു പോകാണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ച് നിസ്കരിക്കല്, അതൊന്നുമില്ല. അതെല്ലാം ഒരു കാട്ടിക്കൂട്ടലാണ്. അങ്ങനത്തെ അഭിനയൊന്നും അല്ല നിസ്കാരം, അതല്ല ദീൻ. ഞാൻ ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കുകയാണ്, കൂടെ സഹാബാക്കളും ഉണ്ട്. ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ഊരിയിട്ട് മാറ്റി വെച്ചു. അങ്ങനെ ഊരേണ്ടി വന്നാൽ ചെരുപ്പ് ഇവിടെ വെക്കണം, ഇടത് ഭാഗത്ത് ആളുണ്ടെങ്കിൽ രണ്ട് കാലിന്റെ ഇടയിൽ വെച്ചിട്ട് വേണം നിസ്കരിക്കാൻ. വലതു ഭാഗത്തേക്ക് വെക്കരുത്, മുന്നിലും വെക്കരുത്, കാലിന്റെ ഇടയിൽ വെക്കണം. ഇപ്പൊ ഹറമിലൊക്കെ പോയി കഴിഞ്ഞാൽ മുമ്പിൽ വെച്ച് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും, വെച്ചൂടാ, കാലിന്റെ ഇടയിൽ വെക്കുക. ഇത് കണ്ടപ്പോ സഹാബാക്കളെല്ലാം ഊരി, നിസ്കാരത്തിൽ എല്ലാവരും ചെരുപ്പ് ഊരി. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിനാ ചെരുപ്പലിന് ഊരിയത്? അപ്പൊ അവർ പറഞ്ഞു, റഅയ്നാക ഖലഅതന അലൈക ഫഖലഅന, നിങ്ങൾ നിങ്ങളുടെ രണ്ട് ചെരുപ്പ് ഊരി നമ്മൾ കണ്ടു, നമ്മൾ ഊരി. എന്തിന് ഏതിന് ചോദ്യമില്ല, പറച്ചിലുമില്ല, അവിടെ ന്യായീകരണങ്ങളൊന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ചെരുപ്പിൽ എന്തോ നജസുണ്ട്, ഊരി മാറ്റി വെച്ചോളിൻ, അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചത്. ഇവിടെ സഹാബാക്കൾ ചെയ്ത അമലില്ലേ, അതെന്നെ ചെയ്താൽ മതി. റസൂലുള്ളാഹി ഇവിടെ കെട്ടി. അങ്ങനെ ഖുശൂ പോകാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ കെട്ടും, കൽബിന്റെ മുകളിൽ. അങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ല. ഇനി കുറച്ചും കൂടി ഫിക്കറാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ രാജാക്കന്മാർ വന്നു, ഓഹോ അല്ല, മൂലന്മാര് വലിയ വയറുള്ള മൂലന്മാർക്കെല്ലാം ചിലപ്പോൾ ഇവിടെ വെക്കാൻ കഴിയില്ല, കൈ വേദന എടുക്കും. അപ്പൊ വന്നിട്ട് ആ വയറും ഇങ്ങനെ വെച്ച് നിന്നാൽ കയ്യും അറിയില്ല, വയറും അറിയില്ല, റാഹത്തായിട്ട് നിൽക്കാം. പക്ഷെ അതൊന്നും ഒരു ശരിയുള്ള സംഗതിയല്ല. പിന്നെ താഴെ ഇത് പൊക്കിളിന്റെ താഴെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഹനഫികൾ വെക്കുന്ന പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഇൻദ സദർ, നെഞ്ചിന്റെ അടുത്ത് വെക്കലാണ്, അവിടെ വെച്ചിട്ട് നിൽക്കുക. എല്ലാം ഒപ്പിക്കുക. അങ്ങനത്തെ മസാലകളിലൊക്കെ നമുക്ക് എന്ത് പറയാം, താറത്തൻ താറത്തൻ. സുജൂദിലേക്ക് പോകുമ്പോ എന്ത് വെക്കണം, കയ്യോ മുട്ടോ അല്ല കാലോ? അതിന് സംവാദം, അതിന് 2 ദിവസം സംവാദം. അവസാനം രണ്ടാൾക്കാരും ജയിച്ച് കുലു തക്ബീർ അല്ലാഹു അക്ബർ, രണ്ടാൾക്കാരും ജയിക്കും. കാരണം രണ്ടിനും ഹദീസ് ഉണ്ട്. അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, തർക്കിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ കാല് വെച്ചോ ഇല്ലെങ്കിൽ കൈ വെച്ചോ, നിസ്കാരം സഹിയാവും, ഒരു പ്രശ്നവുമില്ല. അതിലല്ല തർക്കം. നമുക്ക് വാശിയും തർക്കവും ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. അതിൽ ഇത്തിരി വന്നാ മതി, ഇത്തിരി മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞാ മതി, കൊണ്ട് തൗഹീദ് പോയി. നിങ്ങളും അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ച പോലെ. ഒരു സഹാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിന് പകരക്കാരനാക്കിയോ, അള്ളാഹിനെ പോലെ ആക്കിയോ? അങ്ങനെ പറയല്ല, മാഷാ അല്ലാഹു സുമ്മ ശിഅത എന്നേ പറയാൻ പാടുള്ളൂ. വാക്കിൽ വന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുത്തു. അതുകൊണ്ട് തൗഹീദില്ലേ, അവിടെ ഒരു സഹതാവും ഇല്ല. എങ്ങനെപ്പോ ഇല്ല, ഒരു ഇസ്ലാമിലില്ല. പിന്നെ ഇന്ന ആള് ഈ നിൽക്കുന്ന മനുഷ്യൻ നരകത്തിലാണ്, ഓൻ കാഫിറാണ്, അത് പറയാൻ നമുക്ക് അവകാശവും ഇല്ല, അത് പറയണ്ട. പക്ഷെ ഇതൊക്കെ ശിർക്കൻ പരിപാടികളാണ്. അങ്ങോട്ട് നോക്കിയേ, CM എന്ന് പറയുന്ന മടവൂര് ആണ് ഈ ലോകത്തെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ, ആരെന്ന് പറയുന്നില്ല, അത് വിശ്വസിക്കുന്നവൻ കാഫിറും മുശ്രിക്കും മുർത്തദ്ദുമാണ്, അതിൽ സംശയമില്ല. ഇനി അവനെ മുശ്രിക്കാക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിലോ? നമ്മൾ നവാഖിദുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്താണ്, മൻ ലം യുകഫിരിൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅൻ. ശിർക്ക് ചെയ്ത ഒരുത്തൻ കാഫിറാണെന്ന് ഒരുത്തൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓന്റെ കുഫറിൽ ഒരുത്തന് സംശയമായാൽ, അല്ലെങ്കിൽ അത് ശരി തന്നെ ഇതും ശരി തന്നെ എന്ന് സമ്മതിച്ചു കൊടുത്താൽ കഫറ ഇജ്മാഅൻ, ഒരു ആലിമിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ ഓൻ കാഫിറായിരിക്കും.
ഒരാർട്ടിസ്റ്റ് മുന്നിൽ പോയിക്കൂടാ. എന്നാൽ ഇപ്പോഴും നമ്മൾ പോയിട്ട് ബാക്കിൽ പോയിട്ട് അല്ലാഹു അക്ബർ, മുമ്പിൽ വലിയ തങ്ങള്, എങ്ങനെ അത് ആവൂല. ഇനി നമുക്ക് അറിയാത്ത അത് വേറെ കാര്യം കേട്ടോ. അറിയാത്തൊരു ഇമാം, ആദർശം എന്താന്ന് അറിയാത്തൊരു ഇമാം, അത് വേറെ. കൃത്യമായും അറിയുന്നൊരുത്തന്റെ കാരണം ഓ മുസ്ലിമേ അല്ല, പിന്നെ അങ്ങനെ ഒരു ബേക്ക് പോയിട്ട് കൈ കിട്ടും. നമ്മുടെ നാട്ടിൽ ചില സ്വാമിമാരുണ്ട്, ഖുർആൻ ഓതുന്നത് കേൾക്കണം, ഖുർആന്റെ അർത്ഥം കൃത്യമായിട്ട് പറയും. ഹദീസുകൾ പറഞ്ഞിട്ട് ആൾക്കാര് അള്ളാഹിനെ പറ്റി പറയും ആ സ്വാമിമാര്. അതുകൊണ്ട് ഓനെ ബേക്ക് പോയിട്ട് നമുക്ക് കൈ കെട്ടി നിസ്കരിക്കും. സമ്മേളനത്തിൽ സ്വാമി വന്നിട്ട് നിസ്കരിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബഹുമാനായി സ്വാമിനോട്. ഖുർആൻ ആയത്ത് ഓതുന്നു, ഹദീസ് ഓതുന്നു, തസ്കീത്ത് ചെയ്യുന്നു. നിസ്കാരത്തിന് സമയമായപ്പോൾ സ്വാമിജി ഒന്ന് ഇമാമക്കി പറയുവോ, അതേപോലെ വരും. അതേപോലെ വരും, ഖുർആൻ ഓതും, ആയത്തോതും, ഹദീസ് ഓതും. പക്ഷെ ചോദ്യം ആരോടാ? മൊയ്തീൻ ശൈഖിനോട്. അവന് മുമ്പിൽ നിൽക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നോമ്പ് നോക്കാനുള്ള നിബന്ധനകളിൽ ഒന്ന് ഐ അൽ ഇസ്ലാം, ഐ യകൂന മുവഹിദൻ, അള്ളാന്റെ റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അസ്മാഉ വസിഫാത്തിലും ഇഫ്റാദുല്ലാഹി തആല, അല്ലാഹുവിനെ ഏകനാക്കണം. അള്ളാന്റെ അസ്മാഉ വസിഫാത്തിലുള്ള ഇഫ്റാദ് എന്താണ്? നുസ്ബിതു ലഹു മാ അസ്ബത ലിനഫ്സിഹി ഔ അലാ ലിസാനി നബിയിഹി. അള്ളാന്റെ ഇസ്മുകളായി സിഫത്തുകളായി അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹ് എങ്ങനെ പറഞ്ഞുവോ അതേപോലെ നമ്മളും പറയും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമ്മൾ അറിയിച്ചു തന്ന കാര്യം എന്താണോ അങ്ങനെ പറയും. അങ്ങോട്ടും പോലെ ഇങ്ങോട്ടും പോവില്ല. അള്ളാഹ്ക്ക് കൈയുണ്ടോ? ഉണ്ട്. എങ്ങനെ നമ്മൾ ചോദിക്കൂല. അള്ളാഹു ആലം. അപ്പൊ പിന്നെന്ത് നിങ്ങൾ വിശ്വസിക്കുന്നു? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ബിയദയ്യ, എന്റെ രണ്ട് കൈ കൊണ്ട്. കൈയുണ്ടെന്ന് ഉറപ്പായി. അതെങ്ങനെയത് അറിയില്ല, നമുക്കറിയാൻ കഴിയൂല. കാരണം അള്ളാഹിനെ കണ്ടിട്ടില്ല. അള്ളാഹിന്റെ ദാത്ത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ ഇസ്മു സിഫത്തും നമുക്ക് അറിയില്ല. പക്ഷെ അള്ളാഹിന്റെ ദാത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലേ? എങ്കിൽ അള്ളാഹിന്റെ ഇസ്മു ഉണ്ട്, സിഫത്തും ഉണ്ട്. അള്ളാഹുവിന് മുഖമുണ്ടോ? ഉണ്ട്. ഇതൊക്കെ നിഷേധിച്ച ആളുകൾ അത് നിഷേധിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? തൻസീഹുള്ള, അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ, അപ്പൊ അടിമകളോട് സാദൃശ്യമാവും, അടിമകളോട് സാദൃശ്യം അള്ളാഹിനെ ആക്കിക്കൂടാ, അതുകൊണ്ട് ഇല്ലാന്നങ്ങ് പറഞ്ഞാൽ മതി. നന്മ വിചാരിച്ചിട്ട് ബാത്തിലായി പോയ ആളുകൾ. അഹ്ലുസുന്ന അങ്ങനെയല്ല പറയാ. എല്ലാം ഇല്ലാണ്ടാക്കൂല, ഒന്നും ഓവറും ആക്കൂല. മറിച്ച് അള്ളാഹു എന്തു പറഞ്ഞെന്നോ റസൂൽ അങ്ങനെ പറഞ്ഞെന്നോ അങ്ങനെ വിശ്വസിക്കുക. അതാണ് ഇഫ്റാദുല്ലാഹി ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പൊ അതാണ് നോമ്പ് നോക്കാനുള്ള ഒന്നാമത്തെ ഷർത്ത്. അതുകൊണ്ട് മടുക്കേരിയിൽ ആർക്കാ നോമ്പുള്ളത്? നമുക്കെന്ന് പറയണ്ട, തൗഹീദുള്ളവർക്ക്. ഉള്ളവരും ചിലപ്പോൾ ഉള്ളിലൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഉണ്ട്. മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന ഓതാർക്ക് റമദാനും ഇല്ല, നോമ്പുമില്ല, ഓനെ വല്ല കാലത്തിൽ നോമ്പുറപ്പിക്കാൻ വിളിക്കൊന്നും വേണ്ട, കൂലി കിട്ടൂല. നോമ്പില്ലാത്തവനെ നോമ്പുറപ്പിക്കാനില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ മൊയ്തീൻ ശൈഖ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കൂല, അല്ലാത്തവരോട് ദുആ ചെയ്യൂല, അള്ളാഹു അല്ലാത്തവരെ അടയാളന്മാരാക്കൂല, അള്ളാഹു അല്ലാത്തവരെ ശുപാർശകനാക്കൂല. നമുക്ക് അള്ളാഹു മാത്രം മതി, അള്ളാഹിനോടെ ചോദിക്കൂ. അതാണ് നമ്മുടെ ആദർശം എന്ന് ഉറക്കെ പറയണം. ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല. നഹ്നു നഹ്കുമു ബിദ്ദവാഹിർ, ബാഹ്യമായത് കൊണ്ട് മാത്രമേ നമുക്ക് വിധി പറയാൻ പറ്റുള്ളൂ. ഈമാന്റെ നിർവചനം എന്താ? മാ ഹുവൽ ഈമാൻ? വാക്കർത്ഥം വിശ്വാസം, ഇസ്തിലാഹൻ ശറഅൻ അത്തസ്ദീഖു ബിൽ ഖൽബ്. പിന്നെ ഇതൊന്നും മറക്കാൻ പാടില്ല നിങ്ങൾ. അത്തസ്ദീഖു ബിൽ ഖൽബി വൽ ഇഖ്റാറു ബിൽ ലിസാനി വൽ അമലു ബിൽ ജവാരിഹ് യസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസിയ. ഇതാണ് ഈമാന്റെ നിർവചനം. അത്തസ്ദീഖു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യമാക്കൽ. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും, അവർ പറഞ്ഞതും അവരുടെ കൽപ്പന, അവരുടെ എല്ലാം അഹ്കാമുകൾ എല്ലാം അത്തസ്ദീഖ്. സമിഅനാ വഅതഅനാ സദ്ദഖനാ, നമ്മൾ സത്യമാക്കി. തിരിഞ്ഞാലും ഇല്ലെങ്കിലും മനസ്സിലായാലും ഇല്ലെങ്കിലും ഒന്ന്. പിന്നെയോ അൽ ഇഖ്റാറു ബിൽ ലിസാൻ, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കൽ, ഉറക്കെ പറയണം. ഞാൻ എന്റെ വിശ്വാസം അതാണ് എന്ന് ജനങ്ങൾ അറിയണം. ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. ഒളിപ്പിച്ച് വെച്ചാലും പ്രശ്നമില്ലെങ്കിൽ അബൂ താലിബാരാ പക്ക മുഅ്മിനാണ്. പക്ഷെ പുറത്ത് പറഞ്ഞില്ല, എനിക്കറിയാം, പക്ഷെ പുറത്ത് പറയുന്നില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ചില
മനസ്സുകൊണ്ട് മുസ്ലിമായ ആളുകൾ. സൂറത്തുൽ അൻഫാലിന്റെ തുടക്കത്തിൽ വായിച്ചു നോക്കിയാൽ മതി. മലക്കുകൾ അവര് ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ കൂടെ മുസ്ലിമീങ്ങൾക്കെതിരെ പുറപ്പെടേണ്ടി വന്നു. എന്തുകൊണ്ട്? പുറത്ത് പറയാത്തോണ്ട്. പുറത്ത് പറയണ്ടാത്ത സമയം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമില്. അത് കഴിഞ്ഞു. തുടക്കത്തില് ഇനി പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞതിന്റെ പേരിൽ മരിച്ചാലോ ഷഹീദ്. പറഞ്ഞതിന്റെ പേരിൽ മരിച്ചാൽ ഷഹീദായി. ഇവര് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ബദർ യുദ്ധത്തില് മുസ്ലിമീങ്ങളുടെ കൈ കൊണ്ടവര് കൊല്ലപ്പെട്ടു. മയ്യത്തിന്റെ അടുത്ത് മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, ഫീമക്കുന്തും, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ട ആൾക്കാരല്ലേ? ഖാലു കുന്ന മുസ്തദഅഫീന ഫിൽ അർദ്. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ ബലഹീനരായിരുന്നു, ഉറക്കെ പറയാൻ പറ്റൂല, നമ്മളിങ്ങനെ ഒളിപ്പിച്ചു വെച്ചു, നമുക്ക് വേറെ സഹായത്തിന് ആളില്ല. ഖാലു, അപ്പൊ മലക്കുകൾ ചോദിച്ചു, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ, അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജറ പോയിക്കൂടായിരുന്നോ? എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? അവർ നരകത്തിലാണെന്ന ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് ഞാനൊക്കെ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നോ, അത് നമ്മൾ അറിയണം, തുറന്ന് പറയണം, അതിനനുസരിച്ചുള്ള അമല് പുറത്ത് കാണണം. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഓന്റെ ഉള്ളിലെല്ലാം ഉണ്ട്. അങ്ങനെ ഉള്ളിലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഓനെ പറയണ്ടപ്പ, ഓനെ എല്ലാം അറിയാം, പിന്നെ ഓന ആ സാഹചര്യം നോക്കി അങ്ങനെ നിൽക്കുന്നോ മുഅ്മിനല്ല. തുറന്ന് പറയുന്നവനാണ് മുഅ്മിൻ. തൗഹീദ് ഇല്ലാത്തവരിൽ നിന്നും അല്ലെങ്കിൽ ഈമാൻ ഇല്ലാത്തവരിൽ നിന്നും അമലുകൾ സ്വീകരിക്കൂല, പ്രത്യേകിച്ച് നോമ്പൊന്നും സ്വീകരിക്കൂല എന്ന് പറഞ്ഞ തെളിവ് സൂറത്ത് തൗബ. വമാ മനഅഹും അൻ തുഖബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി വലാ യഅതൂന الصلاة ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വമാ മനഅഹും അൻ തുഖബല മിൻഹും നഫഖാതുഹും, അവര് ചെലവ് ചെയ്യുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും സ്വീകരിക്കുന്നതിന് തടഞ്ഞില്ല. എന്തല്ലാതെ? ഇല്ല അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി, അവർ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും കുഫർ ചെയ്തു എന്ന കാരണം കൊണ്ടല്ലാതെ. അഥവാ അവർ ചെയ്ത നന്മകൾ, നഫഖാത്തുകൾ, അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്തതിന് അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഒന്നവർ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും കുഫർ ചെയ്തിരിക്കുന്നു. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും കുഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒന്നെന്താ? ഷഹാദത്ത് ബാത്തിലാക്കലാണ്, തൗഹീദിനെതിരായി ശിർക്ക് ചെയ്യലാണ്. അതുകൊണ്ട് അവരുടെ നഫഖാത്തുകൾ സ്വീകരിക്കുന്നില്ല. ആ സ്വീകരിക്കുന്നതിൽ നിന്നും തടസ്സമായി നിൽക്കുന്നത് അവരുടെ കുഫറാണ്. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലും ഇക്കാരണം കൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട അമലുകൾ ഒരിക്കലും സ്വീകരിക്കപ്പെടൂല. നോമ്പ് പോലെ, സക്കാത്ത് പോലെ, നിസ്കാരം ഒക്കെ പോലെ. ആ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, വലാ യഅതൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, മടിയന്മാരായിട്ടല്ലാതെ അവർ നിസ്കരിക്കുകയും ചെയ്യുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കരിക്കും ചിലപ്പോ ജമാഅത്തായിട്ട് മാത്രം, ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം. ഒറ്റപ്പെട്ടാൽ നിസ്കരിക്കൂല, ഓന്റെ ഒരാമലും അള്ളാഹു കബൂലാക്കൂല. അല്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ട്, അത് അവന് എന്തുകൊണ്ടല്ല, നിസ്കരിക്കണം അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ് എന്ന് തോന്നിച്ചുകൊണ്ടല്ല. എല്ലാരും നിസ്കരിക്കല്ലേ, അപ്പൊ എന്റെ കൂടെ ഞാനും. കുസാല, മടിയന്മാരായി, അലസന്മാരായി കൊണ്ട് അതെല്ലാ നന്മയും കബൂലാവാതിരിക്കാനുള്ള കാരണമായി പോകും. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, ചെലവാക്കുന്നുണ്ട് പക്ഷേ വെറുപ്പോടുകൂടി. എങ്ങനെയാ ഇപ്പൊ കൊടുക്കാണ്ടിരിക്കുക? ഇവര് വന്ന് ചോദിക്കുമ്പോ എങ്ങനെയാ കൊടുക്കാണ്ടിരിക്കുക? അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലാഹു കബൂൽ ചെയ്യില്ല. കറാഹിയത്തോടെയുള്ള അമല്, വെറുപ്പോടുകൂടിയുള്ള അമൽ കബൂലാവൂല. പിന്നെ അമൽ എങ്ങനെ ചെയ്യണം? മുഹബ്ബത്തൻ വ തഅദീമൻ, അങ്ങേയറ്റത്തെ അല്ലാഹുവോടുള്ള ആദരവോടെയും സ്നേഹത്തോടെയും മനസ്സറിഞ്ഞ് ചെയ്ത അമലെ അല്ലാഹു കബൂലാക്കുള്ളൂ. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കുഫർ ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? അവർ നോമ്പെടുക്കേണ്ടതില്ല. നോമ്പിന്റെ ഷർത്തിൽ ഒന്ന് അൽ ഇസ്ലാം, മുവഹിദായിരിക്കണം. രണ്ട്, ആഖിലും ബാലിഗും ആയിരിക്കണം. ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആള്. അപ്പൊ മന്ദബുദ്ധികൾ, ഭ്രാന്തന്മാർ, അവർക്കൊന്നും എന്തില്ല. അതുകൊണ്ടാ CM നോമ്പെടുക്കായിരുന്നത്. CM മടവൂര് ശേഖരന് നോമ്പില്ല എന്ന് പറയില്ലേ? വേണ്ട, അയാൾ ഭ്രാന്തനായിരുന്നു. ഭ്രാന്തന്മാർക്ക് എന്തില്ല, നിർബന്ധമില്ല.
ഇനി ആരെങ്കിലും ഷാബാൻ 29 അന്ന് ഭ്രാന്തായി പോയി, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുദാം വഅഊദു ബിക മിനൽ ജുനൂനി വമിൻ സയ്യിഇൽ അസ്ഖാം. ഭ്രാന്തിൽ നിന്ന് റസൂലുള്ള കാവൽ തേടി. കാരണം ഇങ്ങനെ ഇട്ട് മുറുക്കി വെച്ചിട്ടുള്ളത്, ഏതെങ്കിലും ഒന്ന് ലൂസായാൽ ഫുള്ള് ലൂസായി. അള്ളാഹു കാക്കട്ടെ. ആഖിൽ, ബുദ്ധി ഉണ്ടായിരിക്കണം. ബാലിഗ്, പ്രായപൂർത്തി ആയിരിക്കണം. അപ്പൊ പ്രായപൂർത്തിയാവലെങ്ങനെ? മൂന്നാമതൊരു കാര്യം കൊണ്ട്. ഒന്ന്, മനിയ് പുറപ്പെടുക. പെൺകുട്ടികളാണെങ്കിൽ ഹൈദ് വരിക. അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് 15 വയസ്സ് പൂർത്തിയാവുക. അതുമല്ലെങ്കിൽ ഗുഹ്യ ഭാഗത്ത് രോമം വളരുക. ഇത് മൂന്നെണ്ണാണ് പ്രായപൂർത്തിക്കുള്ള അടയാളം. ഇതിലേതെങ്കിലും ഒന്നായാൽ എന്തായി? പ്രായപൂർത്തിയായി. 15 വയസ്സ് കഴിഞ്ഞു, മനിയ് പുറപ്പെട്ടിട്ടില്ല. 15 വയസ്സ് കഴിഞ്ഞു, ഹൈദ് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിസ്കാര നിർബന്ധമില്ല. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ബാലിഗായി, പ്രായപൂർത്തിയായി. അവർക്കും നിർബന്ധമാണ്. പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് മുസ്ലിമീങ്ങളുടെ മക്കൾ നോമ്പ് എടുക്കാതിരിക്കണോ? വേണ്ട, നിർബന്ധം ഇല്ലാതേ ഉള്ളൂ. നോമ്പെടുക്കണം, എടുപ്പിക്കണം. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്അ. 7 വയസ്സുള്ള കുട്ടികളോട് കൽപ്പിക്കണം, 10 വയസ്സായാൽ അവരെ അടിച്ചു ചെയ്യിപ്പിക്കണം. എന്തിന്? നിർബന്ധമാകുന്ന സമയം എളുപ്പമാവാൻ. മനസ്സിലായോ? അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ പ്രായപൂർത്തി ആയാലും അതിന്റെ ഗൗരവം ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പം അതത്ര ഗൗരവത്തിൽ അവൾ എടുക്കൂല. അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത്, അയകൂന ഖാദിറൻ അല സൗം. നോമ്പെടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. രോഗിയാണെങ്കിൽ വേണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. യാത്രക്കാരനാണ്, വേണ്ട. മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടോ? എടുക്കണ്ട. പിന്നെന്ത് ചെയ്താൽ മതി? കഴിയുന്ന സമയം ഖളാ വീട്ടിയാൽ മതി. അങ്ങനെ തീരെ കഴിയൂല, മരിക്കുന്നവരെ കഴിയൂല, അങ്ങനത്തെ രോഗിയായി എടുക്കേ വേണ്ട. ഒരു ദിവസം എന്ത് ചെയ്താൽ മതി? ഒരു മുത്ത് ഒരു നോമ്പിന് പകരം കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അടുത്ത ഷർത്ത്, അൽ ഖുലൂഫു മിനൽ മവാനി. നോമ്പിനെ തടയുന്ന കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കാൻ. മനസ്സിലായോ? എന്ന് വെച്ചാല് പിന്നെ നോമ്പ് മുറിക്കേണ്ടുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വന്നുപോയി, നോമ്പെടുക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, നിർബന്ധിതനായി, അങ്ങനെ എന്തെങ്കിലും പ്രയാസം വന്നു, നോമ്പെടുക്കണ്ട. അപ്പൊ ഈ ഷർത്തുകൾ, ഈ 5 ഷർത്തുകൾ, ഇത് ഒരാൾക്ക് പൂർണ്ണമായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധം ആകുന്നു. ചെമ്പ് കഴുകാനായി, ലാസ്റ്റ് കോരി. അപ്പൊ ഇതാണ് നോമ്പുമായി ബന്ധപ്പെട്ട ഫിഖ്ഹൻ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പൊ റമദാൻ ആവുകയാണ്. വീട്ടിലുള്ളവർക്ക് ഈ ശുറൂത്തുകൾ ചേർന്ന് വന്നെന്ന് കണ്ടാൽ നിർബന്ധമായും നോമ്പെടുത്തോളണം. ഈ ശുറൂത്തുകൾ ഉണ്ടെങ്കിൽ തൗഹീദുണ്ട്, ആഖിലും ബാലിഗുമാണ്, വേറെ തടസ്സങ്ങളൊന്നുമില്ല, കഴിവുള്ള ആളാണ്, മറ്റു ബുദ്ധിമുട്ട് ഒന്നുമില്ലെങ്കിൽ ഓനെന്ത് ചെയ്യണം? നോമ്പെടുക്കൽ നിർബന്ധം ആണ്. ശരി, നോമ്പുമായി ബന്ധപ്പെട്ട മറ്റു മസലകളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നോമ്പിന് ഒരു പ്രത്യേക ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, അന്നേരം പറയാം. അപ്പൊ ഈ റമദാനിൽ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഈ റമദാനിന് ശ്രേഷ്ഠത ഉണ്ടായത് ഈ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണെന്ന് ചുരുക്കം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നുള്ളത്, അസ്സൗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തിയപ്പം ഒന്ന് പറഞ്ഞത്, ആ നോമ്പിന്റെ പ്രതിഫലം എന്താണ്? നമുക്കറിയില്ല. നോമ്പിന്റെ പ്രതിഫലം എന്ത്, എത്ര നമുക്കറിയില്ല. ആകെ അറിയുന്നത് ഒന്ന് ബാബുർ റയ്യാൻ, അതിലുള്ള സ്വർഗത്തിലേക്ക് പോവാം. പിന്നെയോ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവും, നരകമോചനം ഉണ്ടാവും, അതൊക്കെ ഓക്കെ. പക്ഷെ ശരിക്കുള്ള കൂലി അള്ളാഹു ആരെയും അറിയിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അറിയിച്ചിട്ടില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹു പറയുന്നു, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല അസ്സൗം അസ്സൗമു ലീ വഅന അജ്സീ ബിഹി. ആദമിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ അമലുകളും അവനുള്ളതാണ്, നോമ്പൊഴികെ. എന്താ? നോമ്പ് ചെയ്യുന്നതന്നല്ലേ.
എല്ലാം ചെയ്യുമ്പോൾ തന്നെ നോമ്പ് ഓൻ തന്നെ ചെയ്യുന്നതല്ലേ, പിന്നെ എന്തിനാ അതിനെ ഒഴിവാക്കിയത്? ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാവും. മടിക്കേരിയിലെ ഒരു ചെറുപ്പക്കാരന്, ആർക്കാ, മിഷാലിന് ഒരു വിവാഹാലോചന, അള്ളാഹു എളുപ്പാക്കട്ടെ. ഒരു പെണ്ണ് റെഡിയായി. ഓൻ റെഡിയാക്കിയതല്ല, അവന്റെ ബന്ധുക്കൾ റെഡിയാക്കി. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ആവേശം വന്നാലോ, പെട്ടെന്ന് റെഡിയാക്കി കളയാൻ തോന്നിപ്പോയാലോ. ഒരു പെണ്ണ് റെഡിയായി. അപ്പൊ പെണ്ണിന്റെ കാർണോർമാരൊക്കെ മിഷാലിനെ പറ്റി അന്വേഷിക്കാനായിട്ട് എവിടെ എത്തും? മടിക്കേരി എത്തും. മടിക്കേരിയിൽ ആരോടാ ചോദിക്കുക? നേരെ കവരിപുരി ചോദിക്കോ? നമ്മൾ മിഷാൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കോ? ഇല്ല, പള്ളിയിൽ വരും, കമ്മിറ്റിക്കാരെ കാണും, ഇമാമിനെ കാണും, മിഷാൽ എങ്ങനെയുണ്ട്. അപ്പൊ അവന്റെ ദീനീ വശം നമ്മൾ എന്ത് നോക്കിയിട്ടാ പറയാ? അവൻ കൃത്യം പള്ളിയിൽ വരുന്നുണ്ട്, നമ്മളെ പള്ളിയിലെ കമ്മിറ്റിയിലൊക്കെ മെമ്പറാണിപ്പോ. പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ ബാഹ്യമായി പുറമെ അവൻ ചെയ്യുന്ന അമലുകൾ വെച്ചിട്ടാണ് അവന്റെ നന്മ പറയുക. നമ്മൾ ആ പറച്ചിലില്ലേ, അതാണ് കുല്ലു അമലി ബിനി ആദമ ലഹു എന്ന് പറഞ്ഞ്. ആ ചെയ്യുന്ന അമലുകളെ കൊണ്ട് ദുനിയാവിൽ തന്നെ ചില നേട്ടങ്ങൾ ആദമിന്റെ മക്കൾക്ക് ഉണ്ടാവും. ഇപ്പൊ മിഷാലിന് ഈ നേട്ടം കിട്ടിയ പോലെ. എന്തുകൊണ്ടാ? ആ അമലുകളൊക്കെ ബാഹ്യമായി നമ്മളും കൂടെ കാണുന്ന അമലാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് പറയില്ല, നോമ്പിനെ പറ്റി അങ്ങനെ പറയില്ല. കാണുന്ന നോമ്പ് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇല്ല സൗം, നോമ്പൊഴികെ ആദമിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ അമലുകളും പരിഗണിച്ച് ദുനിയാവിൽ തന്നെ ഒരു പരിഗണന കിട്ടാനുണ്ട് ആളുകൾക്കിടയിൽ. ഒരു സാക്ഷി വേണം. സാക്ഷി മീൻസ് മനസ്സിലായല്ലേ? ആരെയാ സാക്ഷിയാക്കേണ്ടത്? നീതിമാനായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ആളുകളെ. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഓ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, ഓന്റെ ബാഹ്യമായ അമലുകൾ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ആ ഒരു പരിഗണന അത് എല്ലാ അമലു കൊണ്ടും ഇവന് കിട്ടും. ഇല്ല സൗം, കാരണം അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അത് ആരും അറിയുന്നില്ല. ഇന്നലെ വ്യാഴാഴ്ച എത്ര ആൾക്കാർക്ക് നോമ്പുണ്ടായിട്ടുണ്ടാവും? ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മരുമ കൊടുക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യാ, ഒരു നോമ്പുണ്ടെന്ന് അറിയാം. ആരും അറിയില്ല, രഹസ്യമാണ്. അതുകൊണ്ട് അതിന്റെ കൂലി ഞാൻ കൊടുത്തോളാം. അപ്പൊ നോമ്പിന് എന്തില്ല? ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ല. ക്ഷീണിക്കുക, അവശനാവുക, ഇതൊന്നും നോമ്പിന്റെ ഭാഗമേ അല്ല. നമ്മൾ ഈ ക്ഷീണം, ഒരുത്തൻ നോമ്പെടുത്തിട്ട് ഓന് തീരെ ക്ഷീണം കാണുന്നില്ല. മുസ്തോഷാണെങ്കിൽ രാവിലെ 5 കാറ് കഴുകുന്നു, വൈകുന്നേരം 10 കാറ് കഴുകുന്നു, ഭയങ്കര ഉഷാറ്. ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് പറയോ മൈസൂരായിട്ട് പോയിനാ ഉച്ചക്ക്, ആരും കാണുന്നുണ്ട്? നമ്മൾ പറയില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റൂല. എന്താ കാരണം? ആ ഉഷാറുണ്ടാവുക എന്നുള്ളത് എന്തല്ല, നോമ്പില്ല എന്ന് പറയാനുള്ള അലാമത്തല്ല. അത് ഓരോരുത്തരുടെയും ആരോഗ്യം പോലെ ഉണ്ടാവും. എന്നാൽ ഒരുത്തനാണെങ്കിൽ ആകെ ക്ഷീണിച്ച അവസ്ഥനായി അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഓന് നോമ്പേ ഉണ്ടാവില്ല. നമ്മളെന്താ പറയാ, പാവം നോമ്പ് തലക്ക് പിടിച്ചോന്ന് തോന്നുന്നു, കഷ്ടപ്പാടുണ്ട്, നോമ്പേ എടുത്തിട്ട. അതിന് ലാഹിറായ അലാമത്തില്ല നോമ്പിന്. കൽബും അള്ളാഹുവും തമ്മിലുള്ള കണക്ഷനാണ് നോമ്പ്. അസ്സൗമുലി യദഉ തഅമഹു വശറാബഹു മിൻ അജ്ലി, അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നത്, അവന്റെ വികാരം ഒഴിവാക്കുന്നത്. വേറാരും ഇതറിയുന്നില്ല. അങ്ങനത്തെ ഒരു അമലാണ് ഈ നോമ്പ്. അതുകൊണ്ട് തന്നെ വഅന അജ്സീബി, കൂലി ഞാൻ കൊടുക്കും. ഞാനുമായിട്ട് എത്രത്തോളം സൂക്ഷ്മതയോടെയാണ് അവൻ നോമ്പെടുത്തത് എനിക്കറിയാം, അതിനനുസരിച്ചുള്ള കൂലി ഞാൻ കൊടുത്തോളാം. എത്ര നിങ്ങൾ പറയേണ്ടതില്ല. ഇതെന്തിനാ അല്ലാഹു റസൂൽ നമുക്ക് പറഞ്ഞു തന്നത്? അതുകൊണ്ട് രഹസ്യമായ ഇബാദത്താണ്, അതേപോലെ സൂക്ഷിച്ചോളി നോമ്പിനെ. കാരണം അള്ളാഹ് എത്ര തരാന്നറിയില്ല, എത്ര സൂക്ഷിക്കുന്നോ അത്രയും കൂലി കിട്ടും. ഇതെന്തായാലും ഉറപ്പുണ്ട്, ബാബു റയ്യാനോടെ സ്വർഗത്തിലേക്ക് പോകും, അത് ഉറപ്പുള്ള കൂലിയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് കിട്ടാനുള്ളത് അല്ലാഹു ആലം. ആ പ്രതീക്ഷയിൽ വേണം നോമ്പെടുക്കാൻ. ഇതാണ് ഒന്ന്. ആയാ 5 മിനിറ്റ് കൂടെ ഒരു ഹദീസ് കൂടെ പറയാം. മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈ നോമ്പ് ഒരാൾ 2 ഷർത്ത് പാലിച്ചുകൊണ്ട് റമദാനിൽ നോമ്പെടുത്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. ഒന്ന് ഈമാനൻ, മറ്റൊന്ന് വഹ്തിസാബൻ. എന്താ ഈമാനൻ? ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, വെറുതെ റമദാൻ വന്നങ്ങ് പോവും, നഷ്ടപ്പെട്ടുകൂടാ. ഈമാനൻ, ഒന്ന്
അള്ളാഹുവിന്റെ കൽപ്പനയാണിത്, ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന ബോധത്തോടെ, അള്ളാഹ്ക്ക് വേണ്ടിയാണിത്, ആരെയും കാണിക്കാനും പറയിപ്പിക്കാനൊന്നുമല്ല എന്ന നീയത്തോടെ, എന്റെ റബ്ബിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നോമ്പും ബാത്തിലായിക്കൂടാ, നോമ്പിന്റെ സവാബും ബാത്തിലായിക്കൂടാ. അത്ര ശ്രദ്ധയോടെ. അതാണ് ഈമാനൻ. രണ്ട് ശ്രദ്ധ വേണം. ഒന്ന്, നോമ്പിനെ ബാത്തിലാക്കുന്ന മുഫത്തിറാത്തു സിയാം. അതെന്തൊക്കെയാ? നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങൾ: തിന്നുക, കുടിക്കുക, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക. ഇത് കൊണ്ടായി നോമ്പ് മുറിയും. പക്ഷെ ആ നോമ്പ് നമുക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? ഖളാ വീട്ടാം. അങ്ങനെ മുറിഞ്ഞ നോമ്പിനെ ഖളാ വീട്ടാം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് നോമ്പിന്റെ സവാബ് ബാത്തിലാവും. അത് ഖളാ വീട്ടാൻ കഴിയില്ല, വീണ്ടെടുക്കാൻ കഴിയില്ല. ഗീബത്ത് പറയുക, ചീത്ത വിളിക്കുക, ദേഷ്യപ്പെടുക, ഹറാമ് നോക്കുക, കാണുക, പറയുക, പിന്നെ കള്ളസത്യം ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നോമ്പിന്റെ സവാബ് ബാത്തിലായി. അത് പിന്നെ വീണ്ടെടുക്കാനില്ല. കാരണം ഖളാ വീട്ടലില്ല, നോമ്പോളോടെ ഉണ്ട്, എഴുതിയിട്ടുണ്ട്, പക്ഷെ കൂലിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ നോമ്പിന്റെ 1 തൊട്ട് അവസാനം വരെ അതീവ ശ്രദ്ധയിലായിരിക്കും, നഷ്ടപ്പെട്ടു പോവാണ്ടിരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളെ നോമ്പ് മുന്നോട്ട് പോക്ക്. ആദ്യമൊക്കെ ആ ശ്രദ്ധ ഭയങ്കരമായിട്ടുണ്ടാവും. അങ്ങനെ ഹറാമ് കണ്ടുപോണ്ട, ഫേസ്ബുക്ക് ഒഴിവാക്കി, ഇൻസ്റ്റ ഡിലീറ്റ് ആക്കി, പിന്നെ ഏതാണല്ലേ, യൂട്യൂബ് ഡിലീറ്റ് ആക്കി. കാരണം നോമ്പായി മോനെ, ഇനി ശരിയാവില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിയുമ്പോഴേക്കും മറ്റേ ചങ്ങായി ഇല്ല, ചങ്ങലയിലാണ്, അതുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത്. എന്നാലും ആരുണ്ട്? ചോട്ടാമോട്ട ടീമെല്ലാം ഉണ്ട്. മുർദത്തു ഷയാത്തീന ചങ്ങലയിൽ പോവാ. കടുപ്പം കൂടിയത്, കുറഞ്ഞതെല്ലാം ഇടേണ്ടിണ്ടാവും. ഓരിങ്ങനെ തളവീറ്റ് എല്ലാ വാർത്തകളൊന്നും അറിയണ്ടേ? ആ നോമ്പിനെ പറ്റി ഉഗ്രം ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട്, കാണണ്ടേ? അപ്പൊ ക്ലാസ് കാണാൻ വേണ്ടി എന്നാ പിന്നെ ആക്കിയേക്ക. ഒരു നോമ്പ് 6 കഴിഞ്ഞപ്പം അതൊക്കെ യൂട്യൂബിൽ എന്താ ചെയ്തു, എന്താ പറയാ, രണ്ടാമത് റീസ്റ്റോർ ചെയ്തു. അങ്ങനെ ക്ലാസ്, ഹുസൈൻ സലഫിന്റെ ക്ലാസ്, അബ്ദുൽസലാം മോങ്ങത്തിന്റെ ക്ലാസ്, അൻസാർ നർമ്മന്റെ ക്ലാസ്, നമ്മുടെ പിന്നെ ബാലുശ്ശേരിയുടെ ക്ലാസ്, അങ്ങനെ കേട്ട് 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 ആ ക്ലാസ് നേരെ 10 കഴിയുമ്പൊക്കെ എടുത്തു. നിങ്ങൾ കാണൂന്നല്ലപ്പ, ഞാൻ പൊതുവേ മൊത്തത്തിൽ പറഞ്ഞേ ഉള്ളൂ. അതങ്ങനെ പോവും, അത് ഉറപ്പാണ്. ഏകദേശം ഒരു 15 കഴിയുമ്പോ ഇൻസ്റ്റലാക്കപ്പോ, ഇൻസ്റ്റയിൽ അങ്ങനെ വിഷയമൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിച്ചാ പോരെ. അങ്ങനെ ഇൻസ്റ്റയിൽ റീസ്റ്റോർ ആക്കി. ഒരു 25 കഴിയുമ്പോക്കും ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായി. അത് നോമ്പല്ല, അള്ളാഹു മാപ്പ് തരട്ടെ. ഈമാനൻ നോമ്പിന്റെ നിബന്ധനയാണത്. അള്ളാഹ്ക്ക് വേണ്ടി ആ സൂക്ഷ്മതയോടെ നോമ്പെടുത്താൽ, വഹ്തിസാബൻ, എന്താ അർത്ഥം? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. എന്നുവെച്ചാൽ നോമ്പിനൊരു കൂലിയുണ്ട്, ആ സൂക്ഷ്മതയ്ക്ക് ഒരു കൂലിയുണ്ട്. അത് ആഗ്രഹിച്ചുകൊണ്ട്. ആ കൂലിന്റെ പ്രത്യേകത എന്താ? നോമ്പിന്റെ ദിവസം കഴിയും തോറും കൂടുന്നതാണ് പ്രത്യേകത. കുറയുന്ന പരിപാടിയില്ല. പക്ഷെ നമ്മളെ ആവേശമോ? സഹാബത്തിന്റെ നോമ്പിന്റെ അവസ്ഥ എന്താ അറിയോ? അവര് റമദാന്റെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു, ഒന്ന് താഴോട്ടല്ലേ പോവാ, 1 തൊട്ട് 30 ഇങ്ങനെ പോകുന്നു. സഹാബാക്കളോ ഇവിടുന്ന് മുകളിലോട്ടാ പോവാ. 2 ദിവസമായി കൂടി, 3 ദിവസമായി കൂടി, 4 ദിവസമായി പിന്നെയും കൂടി. അവസാനത്തെ 29ന്റെ അന്നായിരിക്കും അവരെ ശരിക്കുള്ള നോമ്പ്. നമ്മളെയോ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഭയങ്കര ഡേഞ്ചറാണത്. ഈമാനൻ വഹ്തിസാബൻ, നോമ്പിന്റെ 2 ഷർത്തുകളാണ്. അപ്പൊ ആഗ്രഹം, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ദിവസം കഴിയുന്നവർ ഇങ്ങനെ കൂടി 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 പോകും. സൂക്ഷ്മത. അപ്പൊ രാഷ്ട്രപത്തിൽ നമുക്ക് പിന്നെ മൊബൈൽ കാണുകയില്ല, അങ്ങനത്തെ സൂക്ഷ്മതയിലെത്തും. അത്രത്തോളം കണ്ണിനെ, കാതിനെ, നാവിനെ ഭയങ്കരമായ സൂക്ഷ്മതയിൽ എന്തോ ഒരു തീ കൊണ്ടുള്ള കോട്ടന്റെ ഉള്ളിൽ കഴിയുന്നവനെ പോലെ. ചുറ്റും തീ കത്തിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വീണാൽ തീ കൊള്ളും, ഇങ്ങോട്ട് വീണാലും തീ കൊള്ളും. എങ്ങനെയായിരിക്കും നിൽക്കുക? അങ്ങനെയായിരിക്കും നോമ്പിന്റെ ലാസ്റ്റത്തെ ദിവസം നിൽക്കുന്നുണ്ടാവുക. നമുക്ക് ഏകദേശം കഴിഞ്ഞ പോലെയാണ് ലാസ്റ്റ് 10 അതേ വാക്ക് പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഈമാനോടെയും ഇഹ്തിസാബോടെയും ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ, നിസ്കാരത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ എത്തേണ്ടപ്പോഴാ ലാസ്റ്റ് 10 ഇത് 27 കഴിയുമ്പോൾ പതുക്കെ കമ്മിറ്റി ഇമാമിനെ വിളിച്ചിട്ട് പറയും, ഇനി ആളൊന്നും ഉണ്ടാവൂല, ചെറിയ സൂറത്തിൽ ഓതിയാ മതി. 29ന്റെ അന്ന് ഇമാമന്നെ തീരുമാനിക്കും ആർക്ക് തോന്നുന്നു കൊല്ലുവന്ന് അടിക്കാവാ, തീർത്തിട്ട് വേഗം പോവാ. പിന്നെ പൊതുവെ ഉറുദു ഇമാമിങ്ങളാണ് ഉണ്ടാവുക. സെക്രട്ടറി വിളിച്ചിട്ട് പറയും, ഭായ് സാബ് എങ്ങനെയാ, ഈ പള്ളിയിൽ അങ്ങനെ നടക്കൂല, ഇൻഷാ അല്ലാഹ് ഇതിനില്ല, അള്ളാഹു നമുക്ക് ആഫിയത്ത് നസീബാക്കി തരട്ടെ. നിങ്ങൾ നോക്കിയിട്ട് പറയും 9:45 അല്ലേ, 8:45 എത്രയാ പറയാ, 9:45 शुरू करना है और
10 बजे से पहले पूरा खत्म करके छोड़ना है लोगों को. 10:30 में सो जाएंगे लोग जाके. इमामिन आवेशाई माशाअल्लाह अल्लाह सेक्रेटरी ओम പറഞ്ഞു पूरे न क्यों 8:30 पे शुरू करेंगे 9:30 पे पूरा खत्म जल्दी जाओ. അങ്ങനെ മൂപ്പർ 9:30 ആകുമ്പോഴെല്ലാം തീർത്ത് ബേക്കറി സെക്രട്ടറി ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുണ്ട് സെക്രട്ടറി മാഷാഅല്ലാഹ് അടുത്ത കൊല്ലം നീ എന്നെ ഇമാമ്. പിന്നെന്തിനിത്? തറാവീഹ് ഫർളല്ല, തറാവീഹ് ഫർളല്ല, സുന്നത്താണ്. വേണ്ടെങ്കിൽ മതി. ഒരുത്തരെയും നിർബന്ധിച്ച് തറാവീഹ് എടുക്കാൻ പാടില്ല. സുന്നത്തിന് നിർബന്ധിക്കാനേ പാടില്ല. ഒരുത്തൻ വന്നാലോ ചെയ്യേണ്ട പോലെ ചെയ്യണം. ഈമാനൻ വഹ്തിസാബൻ, ഇഹ്തിസാബ് ഉണ്ടെങ്കിൽ അതിങ്ങനെ പോണം. കൂടി 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 ലാസ്റ്റ് 10 ഇതിന്റെ ഉള്ളിൽ തന്നെ. ലാസ്റ്റ് 10 ലാമ്പക്ക് കാലുവേദന, ഉറക്കൊഴിഞ്ഞിട്ട് കണ്ണെല്ലാം ഇതായി, നടുവേദന, കാലിന് നീര്. അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടായിരിക്കുന്നു ആ അടിമനോട്. കൊടുത്ത അവസരം. ബെൻസ് കാറിന്റെ ടയറിന് എത്ര പൈസയാവും? ഒന്നിന് 20,000. നിങ്ങളെ ഓടിക്ക് എത്രയാവും? 20,000 റുപ്യ ഒരു ടയറിന്. മാറ്റാനാകുമ്പോൾ ടെൻഷൻ ആവോ? ബെൻസ് ഓടിക്കുന്നോണ്ട് എന്ത് ടെൻഷനല്ലേ? ഉള്ളോണ്ടല്ലേ ബെൻസ് എടുത്തിന് അല്ലേ? ഒരു 4 ടയർ മാറ്റേണ്ട കിലോമീറ്റർ ആകുമ്പോക്ക് പൈസ തയ്യാറാക്കണ്ടേ? ഈ 2 ടയറിന്റെ മുകളിൽ നമ്മൾ ഈ നിൽക്കുന്നു. ഇത്ര കൊല്ലായി, ഞാനിപ്പോ 39 കൊല്ലായി ഈ ടയറിന്റെ മുകളിൽ ഇങ്ങനെ ഓടുന്നു. പഞ്ചറായാൽ ഖലാസ്. 20, 50, 40 കൊടുത്താലൊന്നും ഈ ടയർ കിട്ടൂല. കിഡ്നിയെല്ലാം പിന്നെയും കിട്ടും, ഈ ടയർ കിട്ടൂല. പോയാ പോയി, പഞ്ചറായാ പോയി. ഇത് തന്ന റബ്ബിന്റെ മുമ്പിൽ അതിന്റെ മുകളിൽ നിൽക്കണം. അതാണ് ശുക്ർ. ശുക്ർ നാവുകൊണ്ട് ഇങ്ങനെ കാല് നീട്ടി വെച്ചിരുന്നിട്ട് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, ഇതെന്ത് നന്ദി? അത് ശുക്രല്ല. മുമ്പ് അള്ളാന്റെ മുമ്പ് കൈകെട്ടി നിൽക്കണം. കാലിങ്ങനെ വേനെടുക്കും, നടുവേനെടുക്കും. അപ്പോഴും മനസ്സിനോട് പറയണം കുറച്ച് നിൽക്കണം. നീ ആരടാ? ഞാനടാന്ന് പറഞ്ഞ എപ്പോഴാ? ഇതിന്റെ മുകളിൽ നിൽക്കുന്നതിനെ കൊണ്ടാണ്. അതിന് തൗഫീഖ് തന്ന റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് നന്ദി കാണിക്കണം. എന്തൊരു ഇഷ്ടമാണ് അള്ളാഹുവിനെ നൃത്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു, കാലിന് നീര് കെട്ടി. ഭാര്യമാര് ചോദിച്ചു, എന്തിനിപ്പാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരിത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചോദിച്ചത്? അഫല അകൂന അബ്ദൻ ശകൂറ, നന്ദി കാണിക്കണ്ടേ ഇപ്പൊ എന്റെ റബ്ബിനോട്? അപ്പം ആദ്യത്തെ 10 കുറച്ചേ ഉണ്ടാവും ചിലപ്പോ. രണ്ടാമതാകുമ്പോ പിന്നെയും കൂടി. ലാസ്റ്റ് 10 29 അന്ന് ബഹ്റൈനിലൊരു ഷെയ്ഖുണ്ട്, നമ്മള് ഷെയ്ഖ് അനസ് അൽ ഇമാദി. യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. പക്ക സലഫിയാണ്. നമ്മളൊക്കെ ആ പള്ളിയിലേക്ക് പോകും ലാസ്റ്റ് 10 ആകുമ്പോ. മൂപ്പര് ഓതി 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 ലാസ്റ്റ് 27 അന്ന് ഖത്മ് തീരും. അപ്പൊ 28 നമ്മളിങ്ങനെ വരുന്ന വെച്ചാല് മൂപ്പര് എന്തായിരിക്കും ഓതുക? ലാസ്റ്റത്തെ ജുസു ഉണ്ടല്ലോ, നമുക്കെല്ലാം അറിയുന്ന ജുസു, അതായിരിക്കും ഓതുക. പക്ഷെ മൂപ്പര് തുടങ്ങൽ അലിഫ്ലാമിമാണ്. അൽ ബഖറ തുടങ്ങിയിട്ടോ അലിഫ്ലാമിൻ കഴിഞ്ഞു, ആലി ഇംറാനും തുടങ്ങി, നിസായിലായിരിക്കും ചിലപ്പോ അന്നത്തെ നിസ്കാരം നിർത്തുക 28 അന്ന്. അതാണ് സുന്നത്ത്. അങ്ങനെ നിൽക്കാൻ കെൽപ്പിലോണേ വരുള്ളൂ ആ പള്ളിയിൽ, വേറെ കാര്യം. 29 അന്നും പിടുത്തം വിട്ട പോക്കാണ് മൂപ്പര്. അത്ര നല്ല ഖിറാഅത്താണ്, കേട്ട് നിൽക്കും നമ്മള്. പിടുത്തം വിട്ട പോക്ക്, ഒരു പരിധിയില്ല. മൂപ്പർക്ക് തോന്നുമ്പോ റുക്കുവിലേക്ക് പോകും. അതാണ് സലഫുകളുടെ മൻഹജ് നിസ്കാരത്തിൽ. എന്തിനാ സഹാബാക്കള് ബടിയും കുത്തിയിട്ട് നിന്ന്? ബടിയും കുത്തി നിൽക്കുന്ന ഒരു സലഫിനെ ഇപ്പൊ കാണുമ്പോൾ ബാക്കിൽ വന്നിട്ട് നമ്മൾ എന്ത് പറയും? പീരാന്തൻ. സുന്നത്താണ് തറാവി, ബടിയും കുത്തി നിൽക്കുന്ന നോക്കി എന്തിനിത്? പരക്ക് പോയിട്ട് ഉറങ്ങിക്കൂടെ? സഹാബാക്കളോ? അവർക്കും അത് സുന്നത്തന്നല്ലോ, അവർക്ക് ഫർളൊന്നുമല്ലല്ലോ. പിന്നെ അതിന് അവര് ബടിയും കുത്തി നിന്നത്. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. അപ്പൊ പ്രശ്നം ഇവിടെയാണ്, ഫിസ്സുദൂർ, നെഞ്ചിന്റെ ഉള്ളില്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാൻ വരാൻ പോവാൻ. ഇപ്പറഞ്ഞ പോലെ ആവണം നോമ്പ്. ഈമാനൻ വഹ്തിസാബൻ. എന്താ കൂലി ഈ രണ്ടിന്റെയും? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന് മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.